ഹലോ ഫ്രണ്ട്സ്, കേരള PSC ബയോളജി ഇമ്പോർട്ടൻറ്റ് 300 PYQസിൻ്റെ നാലാമത്തെ സെറ്റിലേക്ക് സ്വാഗതം. ഓൾറെഡി നിങ്ങൾ 3 സെറ്റുകളിലായിട്ട് 30ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, ഈ അധ്യായത്തിൽ നമുക്ക് വളരെ വിലപ്പെട്ട ഏതാനും ചില ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം അക്കാദമി പ്ലസ് എന്ന് പറയുന്നത് കേരളത്തിലൊരു വലിയ എഡ്യൂക്കേഷണൽ റവല്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ എത്താൻ സഹായിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അക്കാദമി പ്ലസ്. അക്കാദമി പ്ലസ്സിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു 100 മണിക്കൂർ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റാങ്ക് ലിസ്റ്റിൽ വന്ന അത് 56ഓളം റാങ്ക് ലിസ്റ്റുകൾ കരസ്ഥമാക്കിയിട്ട് റെക്കോർഡ് സൃഷ്ടിച്ച മൻസൂർ അലി കാപ്പുങ്ങലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കോഴ്സാണ്. ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ ഈ കോഴ്സിൽ എഡ്യൂക്കേറ്റേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ദയവായിട്ട് പ്ലസ്സിൽ ജോയിൻ ചെയ്യുക. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം. കാരണം ഓൾറെഡി ജോയിൻ ചെയ്ത ആളുകളോട് ചോദിച്ചാൽ അറിയാം എത്രമാത്രം എഫക്റ്റീവായിട്ടുള്ള കോഴ്സുകളാണ് പ്ലസ്സിലുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുന്ന സമയത്ത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 10% ഡിസ്കൗണ്ട് കിട്ടും. അതിന് നിങ്ങൾ എഡ്യൂക്കേറ്ററായിട്ടുള്ള എൻ്റെ ഈ കോഡ് യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു റഫറൽ കോഡ് ചോദിക്കും. ആ റഫറൽ കോഡിൽ ഈ പറഞ്ഞ ഇത് അവിടെ എഴുതിയിരിക്കുന്ന ജാഫർ സാദിഖ്സ് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് തെറ്റാതെ ശരിക്കും നോക്കുക. JAFRSADIKSENGLISH ജാഫർ സാദിഖ്സ് ഇംഗ്ലീഷ് എന്ന സ്പേസ് ഒന്നുമില്ലാതെ നേരിട്ട് സ്പെല്ലിംഗ് തെറ്റാതെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. എന്തെങ്കിലും ആവശ്യത്തിൽ ഈ പ്ലസ്സിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഇനിയും വൈകണ്ട, നിങ്ങൾക്ക് കൃത്യമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു മേഖലയാണ് പ്ലസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെഷനിലേക്ക് കിടക്കാം. 31ാമത്തെ ചോദ്യം, വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് റീസൺ ഫോർ അസ്റ്റിഗ്മാറ്റിസം? അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ കാരണം ഇൻഫ്ലമേഷൻ ഓഫ് കൺജങ്ക്റ്റീവ, ഹൈ ബ്ലഡ് പ്രഷർ വിത്തിൻ ദ ഐ, ഡിഫക്റ്റ് ഇൻ ദ കർവേച്ചർ ഓഫ് കോർണിയ അല്ലെങ്കിൽ ലെൻസ്, ലോസ് ഓഫ് ട്രാൻസ്പെറൻസി ഓഫ് ലെൻസ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഡിയോക്സിജനേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ടേക്സ് പ്ലേസ് ഇൻ. ഹീമോഗ്ലോബിൻ്റെ ഡിയോക്സിജനേഷൻ നടക്കുന്നത് എവിടെയാണ്? ടിഷ്യൂസിലാണോ, RBCയിലാണോ, ആൽവിയോളയിലാണോ, പ്ലാസ്മയിലാണോ? 33. പെപ്സിനോജിൻ ഈസ് കൺവേർട്ടഡ് ടു പെപ്സിൻ ബൈ ദ ആക്ഷൻ ഓഫ്. ഈ പെപ്സിനായിട്ട് മാറുന്നത്, ഈ ആക്ഷൻ നടക്കുന്നത് എവിടെയാണ്? പെപ്സിനോജിൻ ഈസ് കൺവേർട്ടഡ് ടു പെപ്സിൻ ബൈ ദ ആക്ഷൻ ഓഫ്. എന്തിൻ്റെ ആക്ഷൻ്റെ ഭാഗമായിട്ടാണ്? ലിപ്പേസ്, സലൈവറി എമിലേസ്, അതുപോലെ ഹൈഡ്രോക്ലോറിക് ഓഫ് സ്റ്റൊമക്, HCl ഓഫ് സ്റ്റൊമക്, പെപ്റ്റിഡേസ്. ഏതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ? 34ാമത്തെ ചോദ്യം, വിഡ്രോവൽ ഓഫ് പ്രോട്ടോപ്ലാസം ഫ്രം ദ സെൽ ഡ്യൂ ടു എക്സോസ്മോസിസ് ഈസ് സെഡ് ടു ബി. അതായത് എക്സോസ്മോസിൻ്റെ സമയത്ത് പ്രോട്ടോപ്ലാസത്തിൻ്റെ വിഡ്രോവൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? സൈക്ലോസിസ്, പ്ലാസ്മോളിസിസ്, ഡിഫ്യൂഷൻ, പിനോസൈറ്റോസിസ്. 35ാമത്തെ ചോദ്യം, പോമോളജി ഈസ് ദ സ്റ്റഡി ഓഫ്. പോമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോമോളജി? ഫ്രൂട്ട്, ആനിമൽസ്, വൈൻസ്, ബേർഡ്സ്. 36. ഡെൻട്രോളജി ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഡെൻട്രോളജി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആനിമൽസ്, ട്രീസ്, മാൻ, ഫിഷ്. ഡെൻട്രോളജി. 37. എൻറ്റമോളജി ഡീൽസ് വിത്ത്. എൻറ്റമോളജി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആനിമൽസ്, ഹ്യൂമൻ ബീങ്സ്, ഇൻസെക്ട്സ്, ബേർഡ്സ്. ഇത് ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ട് പോലും ചോദിക്കാറുണ്ട് ഈ ചോദ്യം. 38. ദ ഡിസീസ് കോസ്ഡ് ബൈ എ പ്രോട്ടോസോവയാൽ ഉണ്ടാകുന്ന രോഗം? എയ്ഡ്സ്, മലേറിയ, ചിക്കുൻഗുനിയ, ടൈഫോയിഡ്. 39. ടോക്സിക് സബ്സ്റ്റൻസ് എൻ്റർ ഇൻ ടു ഫുഡ് ചെയിൻസ് ആൻഡ് അക്യുമുലേറ്റ് ഓൺ ഹയർ ട്രോപ്പിക് ലെവൽസ്. ദ ഫിനോമിനൻ ഈസ് കോൾഡ്. അപ്പോൾ ടോക്സിക് സബ്സ്റ്റൻസ് നമ്മുടെ ഫുഡ് ചെയിനിൽ എൻ്റർ ചെയ്യുന്നത് ആൻഡ് അക്യുമുലേറ്റ് ഓൺ ഹയർ ട്രോപ്പിക് ലെവലിൽ. ഈ ഫിനോമിനൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സിറോസിസ്, ആൽഗൽ ബ്ലൂം, ബയോമാഗ്നിഫിക്കേഷൻ, എസൈറ്റ്സ്. 40ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മിക്സഡ് നെർവ്?
താഴെ തന്നിരിക്കുന്ന ഒരു മിക്സഡ് നെർവ് ഏതാണ്? ഒപ്റ്റിക്കാണോ, വാഗസ് നെർവാണോ, ഹിപ്പോഗ്ലോസൽ നെർവാണോ, അതുപോലെ ട്രക്ലിയർ നെർവാണോ? ഓക്കെ, നമുക്കിതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ റീസൺ ഫോർ അസ്റ്റിഗ്മാറ്റിസം? തീർച്ചയായിട്ടും ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി. ഡിഫക്റ്റ് ഇൻ ദ കർവേച്ചർ ഓഫ് കോർണിയ ആൻഡ് ലെൻസ്. ലെൻസിലും കോർണിയയിലും ഉണ്ടാകുന്ന കർവേച്ചറാണ്, വക്രതയാണ്. 32. ഡിയോക്സിനേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ടേക്സ് പ്ലേസ് ഇൻ ടിഷ്യൂസിലാണ്, ടിഷ്യൂസിൽ. അതുപോലെ പെപ്സിനോജിൻ ഈസ് കൺവേർട്ടഡ് ടു പെപ്സിൻ ബൈ ദ ആക്ഷൻ ഓഫ് എന്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്? HCl ഓഫ് സ്റ്റൊമക് ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. വിഡ്രോവൽ ഓഫ് പ്രോട്ടോപ്ലാസം ഫ്രം ദ സെൽ ഡ്യൂ ടു ദ എക്സോസ്മോസിസ് ഈസ് സെറ്റ് ടു ബി പ്ലാസ്മോളിസിസ് ആണ്, പ്ലാസ്മോളിസിസ്. Pomology is the study of fruits. Dendrology is associated with trees. മരവുമായി ബന്ധപ്പെട്ട്, ട്രീസുമായി ബന്ധപ്പെട്ടതാണ്. 37. Entomology is the study of insects. 38. The disease caused by protozoa. Malaria. 39. Toxic substance enter into the food chain and accumulate on high tropic levels. ഏത് ഫിനോമിനൻ ആണ്? ബയോമാഗ്നിഫിക്കേഷൻ ആണ്, ബയോമാഗ്നിഫിക്കേഷൻ. 40. വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ഈസ് എ മിക്സഡ് നെർവ്? വാഗസ് നെർവ്. ഓക്കെ, അപ്പോൾ 40 ചോദ്യങ്ങൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ 4 അധ്യായങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സി ബൈ.